ചിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ പ്രഭാത സായാഹ്ന മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കുര്യൻ എബ്രഹാം ഡാലസ്. കർത്താവിൻ്റെ ദാസൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുൻപായിരിക്കണം നമ്മുടെ ഈ മീറ്റിങ്ങിൽ ആ, പ്രസംഗിച്ചിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു സൂം മീറ്റിംഗ് അല്ലായിരുന്നു, ഇത് ഒരു കോൺഫറൻസ് കോളിൽ കൂടെയുള്ള ഫോണിൽ കൂടെയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കർത്താവിൻ്റെ ദാസൻ അന്ന് തിരുവനന്തപുരം സംസാരിച്ചു. പിന്നീട് ഈ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസനെ ഇങ്ങനെ ഓർക്കുന്നതിനും വിളിക്കുന്നതിനും ഒക്കെ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസന് ഇവിടെ മിനസോട്ട എന്ന് അറിയുന്ന സ്റ്റേറ്റിലായിരുന്നു അനേക വർഷങ്ങൾ. ഇപ്പോൾ ഡാലസ് ടെക്സസിൽ താമസിക്കുന്നു. കർത്താവിൻ്റെ ദാസന് പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിന് ഒരു കമൻട്രി എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ അധികം ക്ലാസ്സുകളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. അനേക സൂം മീറ്റിങ്ങുകളിലുമൊക്കെ ക്ലാസ്സുകൾ എടുക്കുകയും അങ്ങനെ തനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന അറിവും ജ്ഞാനവും ഒക്കെ കർത്താവിൻ്റെ നാമത്തിനായിട്ട് വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടെ ഈ പ്രയർ ലൈനിൽ വരുന്നതിന് സന്മനസ് കാണിച്ചു. അതുകൊണ്ട് അടുത്ത ഒരു 40 മിനിറ്റ് 38-40 മിനിറ്റ് കർത്താവിൻ്റെ ദാസന് ഉണ്ട്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവെ, നീ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുന്നെങ്കിൽ ഇന്നത്തെ ഈ വചന കേൾവി നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. കർത്താവ് അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കുര്യൻ എബ്രഹാംസ്. ദൈവനാഥന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് സമ്മാനിക്കുന്ന പ്രിയ പ്രയർ ലൈനിനോടുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ബ്രദർ അനീഷിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രയർ ലൈനിൽ സംസാരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചെന്ന് ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. എന്നാൽ ഞങ്ങളെ മിഷൻ ഇന്ത്യയുടെ പ്രയർ ലൈനിലുള്ള അനേകര് ചിക്കാഗോ ഏരിയയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അവിടെ ധാരാളം ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഓൺലൈനിലുള്ള ഒരു പ്രയർ ലൈനാണ് ഇവിടെ ഡാളസിലുള്ളത്. ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസങ്ങളിലും ആ പ്രയർ ലൈൻ ഉണ്ട്. അതിലൊക്കെ സംബന്ധിക്കുന്നു. 100-ലധികം ആളുകൾ അതിൽ സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിക്കാഗോ എന്ന് പറയുന്നത് എനിക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലമാണ്. ഞാൻ മിനസോട്ടയിലായിരുന്നു അനേക വർഷങ്ങൾ. പല പ്രാവശ്യം ഞാൻ ചിക്കാഗോയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല കോൺഫറൻസിനൊക്കെ കടന്നു പോകുമ്പോൾ ചിക്കാഗോ വഴി പോവുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങളാരും എനിക്ക് അന്യരായിട്ടിരിക്കുന്നില്ല. നമ്മളൊക്കെ അയൽവാസികളാണ്. ആ നിലയിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില സത്യങ്ങൾ ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് കേട്ടതുപോലെ വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന അനേക ഭവനങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. രോഗികളുണ്ട്, ആവശ്യങ്ങളുടെ മുഖത്ത് കഴിയുന്ന പലരുമുണ്ട്. അതുപോലെ തന്നെ രക്ഷാനിർണയം പ്രാപിക്കാത്തവരായിട്ട് അനേകരും നമ്മുടെ മധ്യത്തിലൊക്കെ ഉണ്ട്. സുവിശേഷം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതിന് ആവശ്യകതയുള്ളവർ നമ്മുടെ മധ്യത്തിൽ ധാരാളമുണ്ട്. നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ ഭവനങ്ങളിൽ തന്നെ പലരുമുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാനൊരു സർവേ വായിച്ചപ്പോൾ ലോകത്തിൽ ഏകദേശം 2.2 ബില്യൺ ക്രിസ്ത്യൻസ് ഉണ്ടെന്നൊക്കെയാണ് കണക്കൂട്ടല്. പക്ഷേ അതിന് ഏതാണ്ട് 70% ആളുകൾ, 70% ആളുകൾ ക്രിസ്ത്യനൈസ് എന്ന യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ സംഖ്യ വളരെ കുറവാണ്. ലെസ് ദാൻ 30% മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പള്ളികളിലൊക്കെ അവർ പോകുന്നുണ്ട്, വിവിധങ്ങളായ ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ രക്ഷാനിർണയം, രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ആ അവസ്ഥയിലേക്ക്, ആ അനുഭവത്തിലേക്ക് കടന്നു വന്നവരുടെ സംഖ്യ തുലവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ നാം ഒന്ന് പഠിക്കുന്ന പക്ഷം അത് വളരെ സത്യമാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഞാൻ കേൾക്കുന്നത് ഒരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് മധ്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആത്മീക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ധാർമ്മികമായിട്ടുള്ള നിലവാരങ്ങളിലൊക്കെ വളരെ ചൂഷണം സംഭവിച്ചു പോയിരിക്കുന്നു. ധാരാളം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൺവെൻഷനുകളും കോൺഫറൻസുകളും സെമിനാറുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെതാകുന്ന വ്യക്തമായ ഫലം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അതിന് മധ്യത്തിലും അത്യല്പമായ ഒരു ശേഷിപ്പിനെ ദൈവം ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം.
ആ ദൈവവചനത്തിങ്കിലേക്ക് നാം കടന്നു വരികയും ആ വചനം നാം പഠിക്കുകയും അതിനനുസൃതമായി നാം ഒരു ജീവിതശൈലി ഉള്ളവരായിട്ട് തീരുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തില് പരിവർത്തനം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം എനിക്ക് നൽകുന്ന അവസരങ്ങളൊക്കെയും ദൈവവചനത്തെ ആസ്പദമാക്കി ആ ചില ആലോചനകൾ മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കിടുന്ന ഒരു പരിചയമാണ് എനിക്കുള്ളത്. ധാരാളം സാവകാശങ്ങൾ കർത്താവ് തരുന്നുണ്ട്. സൂമിലും മറ്റും ഓൺലൈനിലും മറ്റുമായി അനേക സ്ഥലങ്ങളില് കർത്താവിന്റെ മഹത്വമാർന്ന സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ കൊണ്ട് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വിലപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി. തുടർന്നും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. അതിലെ ഒരു പ്രത്യേകമായ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. ഈ ലോകത്തോട് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ ബന്ധത്തിലാണ് ചില സത്യങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം റോമാലേഖനമാണ്. റോമാലേഖനത്തിന്റെ ഏതാണ്ട് 11-12 അധ്യായങ്ങളോളം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അനേകർ അതിൽ സംബന്ധിക്കുന്ന ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ, ഫാമിലീസ് അതിൽ സംബന്ധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾക്ക് കടന്നു വരുന്നത്. അത്യാർത്തിയോടുകൂടിയാണ് അവർ കടന്നു വരുന്നത്. ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ടുള്ള ആ താല്പര്യവും വളരെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആഴ്ചയിലെ 7 ദിവസവും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇവിടെയുണ്ട്. ആ നിലയിൽ ആ പ്രവർത്തനങ്ങളിലൊക്കെ ആയിരിപ്പാണ്ടൊക്കെ ഈ പ്രായത്തിലും കർത്താവിനെ സഹായിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ ഒരു ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. നമ്മൾ ഇന്ന് പാട്ടിൽ കൂടി കേട്ടതുപോലെ നാം ആയിരിക്കുന്നൊക്കെയും കൃപയാൽ മാത്രമാകുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ വാർദ്ധക്യത്തിൽ താൻ എത്തിയപ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം തന്റെ ജീവിതത്തിൽ താൻ നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്തപ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾക്ക് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആയിരിക്കുന്നതൊക്കെയും കൃപയാലാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയുണ്ടായി. അസാധാരണമായ ദൈവകൃപയും ദൈവിക വരങ്ങളും ദൈവിക നിയോഗവും ലഭിച്ചിരുന്ന ആ ദൈവത്തിന്റെ ദാസന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്തപ്പോൾ തനിക്ക് പറയുവാനായിട്ട് സാധിച്ചിരുന്നത് ഞാൻ ആയിരിക്കുന്നൊക്കെയും കൃപയാൽ മാത്രമാകുന്നു എന്നായിരുന്നല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തില് ആ അനുഭവം ഉണ്ടാകുവാണ്ടൊക്കെ ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശേഷാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. റോമാലേഖനത്തെ കുറിച്ച് മുഖവരിയായിട്ട് ഏതാനും സത്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അതിന്റെ ശേഷം റോമാലേഖനത്തെ ഉള്ള ബന്ധത്തില് നാം ഓർത്തിരിക്കേണ്ട അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും ധൈര്യത്തിനും പ്രത്യാശയ്ക്കും ആധാരമായിരിക്കുന്ന ആത്മീക മൂല്യങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് ഈ ലേഖനത്തിൽ നിന്ന് വളരെ സംക്ഷിപ്തമായിട്ട് ചൂണ്ടിക്കാണിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് എന്റെ മുഖവരെ കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 14ഓളം ലേഖനങ്ങൾ, 13-14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ ഈ റോമാലേഖനത്തിന്റെ സ്ഥാനം 5-ോ 6-ാമത്തെ സ്ഥാനമാണുള്ളത്. എന്നാൽ ലേഖനങ്ങളുടെ കവാടത്തിൽ തന്നെ ഈ ലേഖനം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. സമാഗമന കൂടാരത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു വരുന്ന പുരോഹിതന്മാർ ആദ്യമായിട്ട് സന്ധിക്കേണ്ട സ്ഥലം താമ്രയാഗപീഠമായിരുന്നു. ആ വീതിയേറിയ വാതിലിൽ കൂടി കടന്നു വരുന്ന ഒരു ആരാധ്യൻ അല്ലെങ്കിൽ ആരാധിക്കുവാനായിട്ട് വരുന്ന യഹൂദന് ആദ്യമായിട്ട് ആ താമ്രയാഗപീഠത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് യാഗം അർപ്പിക്കേണ്ടിയിരുന്നു. അതിനുശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ജീവന്റെ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, ജീവന്റെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നമ്മുടെ യാഗപീഠമാകും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധാനത്തിലേക്ക് നാം കടന്നു വന്ന്
അവനിൽ നിന്ന് ശക്തിയും അതുപോലെ നിയോഗവും നടത്തിപ്പൊക്കെ നാം അനുഭവിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പുതിയ നിയമത്തിലെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ് ഒരു ഭക്തൻ ഈ റോമാലേഖനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം, ഈ ലേഖനങ്ങളൊക്കെ ക്രോഡീകരിച്ച ദൈവത്തിന്റെ ദാസന്മാർ ഈ ലേഖനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേഖനങ്ങളുടെ കവാടത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ഈ റോമാലേഖനത്തിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ പുതിയ നിയമ ലേഖനങ്ങളിലെ ഇതിന്റെ സുപ്രധാനമായ ഒരു സ്ഥാനമാണ് റോമാലേഖനത്തിനുള്ളത്. മാത്രമല്ല, പൗലോസിന്റെ ലേഖനങ്ങളിൽ മഹത്തായ ലേഖനമാണ് റോമാലേഖനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗമുണ്ടല്ലോ, നമുക്കത് പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ഭൂമിയിലൊക്കെയും എന്റെ സാക്ഷികളാ. ആദ്യ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂലോകമൊക്കെ എന്റെ സാക്ഷികളാ. സുവിശേഷത്തിന്റെ സാക്ഷികൾ ആകുക എന്നുള്ളത് നമ്മൾക്ക് നൽകിയിരിക്കുന്ന വലിയ നിയോഗമാണ്. അതിനേക്കാളും വലിയൊരു നിയോഗം നമ്മൾക്കില്ല. എന്നാൽ സുവിശേഷീകരണം കൊണ്ട് സാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഉളവാക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് സുവിശേഷം കൊണ്ട് സാധിക്കേണ്ട പ്രഥമവും പ്രധാനവുമായിട്ടുള്ള വിഷയം. എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ക്രിസ്തുവിനെ അറിയുന്നതും അവനെ അറിയിക്കുന്നതും അവനെ ആസ്വദിക്കുന്നതുമായ, അല്ലെങ്കിൽ അവനെ ആഘോഷിക്കുന്നതുമായ ഒരു ജീവിതശൈലിയാണ്, അല്ലെങ്കിൽ ഒരു ജീവിതാനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ അപ്പോൾ ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം സുവിശേഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അമൂല്യ സത്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൽപ്പിച്ചതും അപ്പോസ്തലന്മാർക്ക് ലഭിച്ച നിയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവാത്മ നിശ്വസ്തമായി രേഖപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്ന ഈ റോമാലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം സുവിശേഷം എന്നുള്ളതാണ്. ആ സുവിശേഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്താകുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇത് കത്തീഡ്രൽ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നൊക്കെ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നാം മനസ്സിലാക്കുന്ന പോലെ ഈ റോമാലേഖന പഠനമാണ് നവീകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ മുഖാന്തരമായി തീർന്നത്. മാർട്ടിൻ ലൂതർ ഈ റോമാലേഖനം പഠിച്ചതിന്റെ ഫലമായിട്ടാണ് 16-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ മാർഗത്തിന് ഒരു മാർഗനിർദ്ദേശം നൽകുവാൻ തക്കോണം, അതിന്റെ ഗതിക്ക് ഒരു വ്യതിചലനം വരുത്തുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുള്ളതെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഏതാണ്ട് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഈ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്ന കാര്യം ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചത് ഈ റോമാലേഖന പഠനം, റോമാലേഖനത്തിൽ നിന്ന് കേട്ട വചനമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപണ്ഡിതന്മാരായിരുന്ന കാൽവിനും അതുപോലെ തന്നെ ജോൺ വെസ്ലി ഒക്കെയും, അദ്ദേഹം വലിയൊരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നല്ലോ, മിഷണറി ആയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിതത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനം സൃഷ്ടിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് മാത്രം കൊണ്ടുവരികയല്ല, പ്രത്യുത അവരുടെ ജീവിതത്തെ ആകെ മൊത്തം ഇളകി മറിച്ചത് ഈ സുവിശേഷ പഠനം, ഈ റോമാലേഖന പഠനമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ റിവൈവലിന്റെയും പിൻപിൽ സംഭവിച്ചത് റോമാലേഖന പഠനമായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുഖവരിയായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ലേഖനത്തിന്റെ പ്രാധാന്യം എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം എന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനം നാം വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കർത്താവെ അങ്ങ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നാം പഠിക്കുന്ന പക്ഷം നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ലേഖനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം ഗ്രഹിക്കുക മാത്രമല്ല, അത് എങ്ങനെ നാം പഠിക്കണമെന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വിചാരിക്കുകയാണ്. അതായത് സുവിശേഷത്തെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രം തികച്ചും നിബന്ധമായ രീതിയിൽ
അവലോകനം ചെയ്തിട്ടുള്ള ലേഖനം റോമാലേഖനം മാത്രമാണ്. എന്ന് പറഞ്ഞാല് സുവിശേഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ അമൂല്യ സത്യങ്ങൾ വളരെ ക്രമീകൃതമായ ഇൻ ആൻ ഓർഡർലി വേ, വളരെ ക്രമനിബദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ അത് 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 അവതരിപ്പിച്ചിരിക്കുന്ന ലേഖനം റോമാലേഖനമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ലേഖനമാണ് ഈ റോമാലേഖനം എന്നുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ നാളുകളിൽ ദൈവവചന പഠനത്തിന് വളരെ ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവചനം പഠനവും സുവിശേഷീകരണത്തിനും വളരെ ഭംഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഈ കൗൺസിൽ എന്ന് പറയുന്ന ഒരു മാസിക ഞാൻ വായിക്കുവാനായിട്ട്, അതിലൊരു ആർട്ടിക്കിൾ വായിക്കുവാനായിട്ട് സാധ്യത, കാനഡയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു മാഗസിനാണ്. അതിനകത്ത് ഒരു ലേഖനം എന്നെ വളരെ ചലഞ്ച് ചെയ്തു. അത് ഇതായിരുന്നു: അതായത് ഇന്ന് ക്രൈസ്തവ സഭകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതായത് സുവിശേഷീകരണത്തിനും ഡിസൈപ്പിൾഷിപ്പിനും ഇതൊരു ഹാനി സംഭവിച്ചിരിക്കുകയാണ്. അതിന് ആളുകളില്ല, ആ വിഷയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ഹാവ് ടേക്കൺ എ ബാക്ക് സീറ്റ് എമംഗ് ക്രിസ്ത്യൻസ് ടുഡേ. ഒത്തിരി മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ സുവിശേഷം അത് അറിയിക്കേണ്ട വിധത്തിൽ അറിയിക്കുകയോ, ആത്മഭാരത്തോടുകൂടെ അത് ഘോഷിക്കുകയോ, ആത്മാക്കളുടെ രക്ഷ കണ്ട് സന്തോഷിക്കുകയോ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ, അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ ഡിസൈപ്പിൾ ചെയ്ത് കർത്താവിന്റെ കൃപയിൽ വളരുവാണ്ടക്കൊണം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ദൈവകൃപയിലും വളരുവാണ്ടക്കൊണം ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം വളരെ കുറവാണ്. ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിലൊക്കെ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ജനിച്ചു വളർന്ന കുമ്മനാടാണ്. കുമ്മനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലെ അന്ത്യോക്യയാണ്. അവിടാണ് എല്ലാ ഈ പ്രധാനപ്പെട്ട സഭകളും സുവിശേഷവിഹിത സഭകളും ആരംഭിച്ചിട്ടുള്ള സ്ഥലമാണ് കുമ്മനാട്. ആ കുമ്മനാട് ഒരു സുവിശേഷയുടെ മകനായിട്ട് ജനിച്ചവനാണ് ഞാൻ. അതുപോലെ തന്നെ ഏതാണ്ട് 10 വർഷം ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചു. വീട്ടിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവവചന പഠനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ രക്ഷാനുഭവത്തിലേക്ക് ഞാൻ എത്തിയിരുന്നെങ്കിൽ തന്നെയും ആ രക്ഷയിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്നു. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയോടുകൂടെ ഞാൻ ബാംഗ്ലൂരിലായിരിക്കുന്ന സന്ദർഭത്തില് ഞങ്ങളുടെ ട്രെയിനിങ് നടക്കുമ്പോൾ ഞങ്ങൾ 12 പേരെ അവിടെയുള്ള ഒരു ദൈവത്തിന്റെ ദാസൻ ഡിസൈപ്പിൾ ചെയ്തു. 1 വർഷത്തോളം അദ്ദേഹം ഞങ്ങളെ ഡിസൈപ്പിൾ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്ക് പോകുവാനായിട്ടിടയായി. ഞങ്ങൾ ഈ 12 പേരും പോയിടത്തൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷികളായിട്ട് ജീവിപ്പാൻ, സുവിശേഷത്തിന്റെ കാഹളം മുഴക്കുന്ന ആ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ജോലിയോടുകൂടി ആയിരിപ്പണ്ടക്കൊണ്ടോ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എനിക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോകുവാനും കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിൻപിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക വിധത്തിൽ റേഡിയോ മിനിസ്ട്രിയിൽ കൂടിയും അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് കോഴ്സിൽ കൂടിയും പുസ്തകങ്ങളിൽ കൂടിയും അങ്ങനെ വിവിധങ്ങളായ നിലകളിൽ ധാരാളം സ്ഥലങ്ങളിൽ അനേക ആയിരങ്ങളോട് സുവിശേഷത്തിന്റെ ഒരു എളിയ സാക്ഷിയാകുവാൻ്റെ ഗുണം കർത്താവ് കഴിഞ്ഞ കാലങ്ങളൊക്കെയും ബലപ്പെടുത്തിയ ആ ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ദൈവജനത്തിന്റെ മധ്യത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് നടക്കേണ്ട ഒരു കാര്യം സുവിശേഷ ഘോഷണം ശരിയായ വിധത്തിൽ നാം ചെയ്യണം എന്നുള്ളത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നാം ജനത്തെ വാഞ്ചിക്കുക മാത്രമല്ല, ദൈവം നമ്മൾക്ക് വേണ്ടി ക്രിസ്തുവിൽ കൂടി സാധിപ്പിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ വളരെ ലളിതമായ ഭാഷയിൽ, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ആത്മഭാരത്തോടും ആത്മാവിന്റെ നിർബന്ധത്തോടും കൂടെ, അല്ലെങ്കിൽ ആ വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ അത് അറിയിക്കുന്ന ആ അനുഭവത്തിലേക്ക് ദൈവജനം ഇന്നും മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് കടന്നു വരുന്നവരെ നാം അതായത് ഡിസൈപ്പിൾ ചെയ്ത്, അതായത് ശിഷ്യന്മാരാക്കുന്ന ആ ശുശ്രൂഷയിൽ നാം വരും ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ റോമാലേഖനം പഠിക്കുമ്പോൾ ഈ സത്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ റോമാലേഖനത്തിന്റെ ആരംഭത്തില് നമുക്ക് ശ്രദ്ധിക്കുവാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് ആരംഭിക്കുന്ന തന്നെ ഒരു വന്ദനത്തോടു കൂടിയാണ്. എന്നാൽ ആ ആരംഭത്തിൽ തന്നെ താൻ പറയുന്ന ഒരു കാര്യം ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്.
ഇത് എന്റെ സഭയുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ, പ്രസ്ഥാനത്തിന്റെയോ സുവിശേഷമല്ല. പ്രത്യുത ദിസ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള രക്ഷാപദ്ധതിയാണ് സുവിശേഷത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണത്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. ആ നിലയിൽ സുവിശേഷത്തെ കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് നമുക്ക് കഴിയണം. ആ സുവിശേഷത്തിൽ മുഖാന്തരം നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ആ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം എന്താകുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിന്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ ഒരു സെന്റൻസ് ആണ്. ഈ എഴുതുന്ന പൗലോസിന്റെ ഹൃദയം സുവിശേഷത്തെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. അതായത് ഇത് മഹാവാക്യങ്ങൾ എന്നൊക്കെ നമ്മൾ മലയാള ഭാഷയിൽ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ തന്റെ ഹൃദയത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അത് നിർത്തുവാൻ കഴിയാതെ വണ്ണം അത് ബഹിർഗമിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു അനുഭവമാണ് ഈ ആദ്യത്തെ ആ സെന്റൻസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മുഖവരയിൽ ആ വന്ദനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അതങ്ങനെ ഒഴുകുകയാണ് തന്റെ ഹൃദയത്തിൽ കൂടി. ഈ സുവിശേഷം പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളതാണ്. ദൈവനിയോഗം പ്രാപിച്ചിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. അതുപോലെ തന്നെ ഇത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായിരുന്നു എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ചുള്ള നല്ലൊരു മുഖവരിയോടുകൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന 8 മുതലുള്ള വാക്യങ്ങളിൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണ്. സുവിശേഷത്തോടുള്ള തന്റെ മനോഭാവം കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുക്കിലേക്ക്, റോമിലേക്ക് ഒന്ന് കടന്നു വന്ന് അവിടെയും സുവിശേഷത്തിന്റെ ഒരു സാക്ഷിയായി തീർണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള ആ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ തന്റെ വരികൾ, തന്റെ എഴുത്ത് തുടരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അതിന് മുൻപായിട്ട് താൻ പറയുന്നുണ്ട്, ഈ സുവിശേഷം സകല ജാതികളോടും അറിയിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവന. ഐ ആം ഒബ്ലിഗേറ്റഡ് ടു പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ എന്നുള്ള ആശയമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല, ഞാൻ അതിന് റെഡിയായിരിക്കുന്നു. ഐ ആം ഒബ്ലിഗേറ്റഡ്, ഐ ആം റെഡി. മൂന്നാമതായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം, ഐ ആം നോട്ട് അഷേംഡ്. ഈ ലോകത്തിൽ സുവിശേഷത്തെക്കുറിച്ച് ഏതെങ്കിലും നിലയിൽ ലജ്ജിക്കുവാൻ എന്തെങ്കിലും വകയുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്നു. എന്നാൽ ആ തികഞ്ഞ കറതേർന്ന യഹൂദനായിരുന്ന ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച, ഗമാലിയേലിന്റെ പാദത്തെങ്കിൽ ഇരുന്ന് ന്യായപ്രമാണം അഭ്യസിച്ച, ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ അനന്യൻ ബ്ലെയിംലെസ് എന്ന് പറഞ്ഞ ഈ ശ്രേഷ്ഠ ദാസൻ പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ഈ അശേഷം ലജ്ജയില്ല. യഹൂദമതത്തിന് വേണ്ടി ജീവിക്കുക, യഹൂദമതത്തിന് വേണ്ടി മരിക്കുക എന്നുള്ള ആ പ്രതിഷ്ഠയോടുകൂടെ ജീവിതം തുടരുന്ന ഈ ശൗൽ, അതെ, നാം വായിക്കുന്നത് പോലെ കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടായി. അവനൊരു രൂപാന്തരം സംഭവിച്ചു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. അതിന്റെ ഫലമായിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ ശേഷം പണ്ടത്തെ പോലെയുള്ള ഒരു ജീവിതശൈലിയിൽ തുടരുന്ന ആ പ്രവണത നമുക്ക് എവിടെയും ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുയേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് ഈ പൗലോസ് പറയുകയുണ്ടായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ അവൻ ആയിത്തീർന്നപ്പോൾ, ക്രിസ്തുവിനാൽ അവൻ പിടിക്കപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാമായി ക്രിസ്തു രൂപാന്തരപ്പെട്ടു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരാത്ത കാലത്തോളം ക്രിസ്തീയ ജീവിതം വളരെ ബാലിഷ്യമാണ്, സൂപ്പർഫിഷ്യലാണ്. അതെ, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ആത്മീയമായിട്ട് വളരുന്നവരായിട്ട് തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം നമ്മൾക്ക് അതിന്റെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യത്തിൽ സുവിശേഷത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലെന്ന് പറഞ്ഞ ശേഷം താൻ അവിടെ പറയുകയാണ്, അതായത് 16-ാം വാക്യത്തിൽ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത്
രക്ഷയ്ക്ക് ദൈവശക്തിയാകുന്നു എന്നിവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തി നിറഞ്ഞു കവിയുന്നത് ഈ സുവിശേഷത്തിലാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ, അത് യാദൃച്ഛ്യമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇരുന്ന് ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളെന്ന് യഹൂദന്മാരോട് താൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് കഠിനവാക്ക്, ഇത് വിശ്വസിപ്പാൻ യഹൂദന്മാർക്ക് അത് അസാധ്യമാണ്, അവരെല്ലാവരും കർത്താവിനെ വിട്ടുപോയി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ അരിമ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അരുളി ചെയ്യുന്ന ഈ വചനം ആത്മാവും ജീവനുമാകും. സുവിശേഷത്തിൽ ജീവൻ അന്തർഭവിച്ചിരിക്കുന്നു. സുവിശേഷം ഇസ് ദ ഡൈനമൈറ്റ്. സുവിശേഷത്തിന് മാത്രമേ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനായിട്ട് കഴിയുള്ളൂ. സുവിശേഷത്തിൽ കൂടിയാണ് ദൈവം ഇന്ന് ആത്മാക്കളെ രക്ഷിക്കുന്നത്. സുവിശേഷം ഘോഷിക്കപ്പെടുവാനായിട്ടുള്ള നിയോഗം നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ്. സുവിശേഷ ഘോഷണം കേട്ടിട്ടുള്ള സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സഭകൾ രൂപീകൃതമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുവാനായിട്ട് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ നിത്യമായ നാശത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരുന്ന പൗലോസ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത് ഈ സുവിശേഷമാണ്, ക്രിസ്തുവാണ്. സുവിശേഷം സമം ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുമാറാകണമേ, എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് അങ്ങ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, നീതീകരിക്കും, ഉയർത്തുന്നേറ്റവും ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് സുവിശേഷത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യബോധത്തോടും ആത്മാർത്ഥതയോടും കൂടെ കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് ഈ ആത്മനാഥനെ, ഈ അരുമനാഥനെ ആലിംഗനം ചെയ്യുന്ന പക്ഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപമോചനം സിദ്ധിക്കും, നമ്മൾക്ക് നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് കഴിയും, നാം വീണ്ടും ജനിച്ച ദൈവമക്കളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഇടയാകുന്നതാണ്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവരായിട്ട് നാം തീരരുത്. നമ്മുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് ഒരു ദിവസം ഒരാളോടെങ്കിലും നാം സുവിശേഷം വ്യക്തമായ രീതിയിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയ ഈ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നവരായിട്ട് നമുക്ക് തീരണം. ആ പ്രതിഷ്ഠയോടുകൂടി എന്റെ കേൾവിക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സമയം വളരെ പരിമിതമാണല്ലോ, അതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയത്തെ ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സുവിശേഷത്തിന്റെ സാധ്യത അത് ജീവിപ്പിക്കുന്ന സുവിശേഷമാണ്. മാത്രമല്ല അത് പാപമോചനം നൽകുന്ന സുവിശേഷമാണ്, നിത്യജീവൻ നൽകുന്ന സുവിശേഷമാണ്. മാത്രമല്ല അത് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് ദൈവത്തിന്റെ നീതിയെ വിശ്വാസത്താൽ വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ്. ദൈവനീതിയെ വെളിപ്പെടുത്തിയത് ക്രൂശിലാണ് കേട്ടോ. അവിടെ നീതിയും ദൈവത്തിന്റെ കരുണയും സമ്മേളിച്ചു. നാം രക്ഷിക്കപ്പെടും മാത്രമല്ല, ഇന്ന് ദൈവമക്കളായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള പ്രാപ്തി നമ്മൾക്ക് ലഭിക്കുന്നത് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന്റെ ഫലമായിട്ടാണ്, സുവിശേഷത്തെ ആലിംഗനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, സുവിശേഷത്തെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഞാൻ ഈ ബന്ധത്തിൽ അടുത്ത സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ച ചില കാര്യങ്ങൾ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. C.S. സ്പർജൻ, പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സിന്നേഴ്സ് നീഡ് ടു ഹിയർ ദ ഗോസ്പൽ and saints love to hear the gospel. പാപികൾ വിശ്വസിക്കുവാൻ ആവശ്യമുള്ളതും വിശ്വാസികൾ ഏറെ ഇഷ്ടപ്പെടുന്നതുമായ സന്ദേശമാകുന്നു സുവിശേഷം. മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, I preach the gospel to me every day. ഞാൻ എല്ലാ ദിവസവും സുവിശേഷം എന്നോട് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഒരു വേദപണ്ഡിതൻ ഉണ്ടായിരുന്നു. ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. രാജാവിന്റെ കൊട്ടാരത്തിൽ ഡോക്ടറായിട്ട് നിയോഗം ലഭിച്ചവനാണ്. പക്ഷെ അത് വേണ്ട എന്ന് വെച്ച ഒരു സുവിശേഷത്തിന്റെ സാക്ഷിയായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താൻ തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എവ്രി ടൈം
I hear gospel is being preached. I feel like to be born again. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് സുവിശേഷത്തോടുള്ള പ്രതികരണം എങ്ങനെയിരിക്കുന്നുവെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാനായിട്ട് അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് സ്വയമേവ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ള നിങ്ങളുടെ ശിഷ്ടായുസ് ഈ സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് ജയിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള മുഖവരയ്ക്ക് ശേഷം ഇത് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർക്ക് ജീവിക്കുവാൻ ശക്തി നൽകുന്ന സുവിശേഷമാകുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഹബക്കൂക്കിന്റെ പ്രവചനത്തിലെ 2-ാം അധ്യായത്തിലെ വേദഭാഗം കോട്ടിയത് കൊണ്ടാണ് ഈ വാക്യം അവസാനിപ്പിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. റെഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രേരക ശക്തിയായിട്ട് തീർന്ന ആ വാക്യമാണ്. മാർട്ടിൻ ലൂഥർ കർമ്മകാണ്ഡങ്ങളിൽ വ്യാപൃതനായി ഒരു മനുഷ്യനെ കൊണ്ട് ഏതെല്ലാം നിലകളിൽ സൽക്കർമ്മങ്ങളും ത്യാഗവും സഹിച്ച് രക്ഷ നേടാമെന്നുള്ള ആ ഭഗീരഥ പ്രയത്നത്തിൽ അമ്പെ പരാജയപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ റോമാലേഖനം വായിച്ചപ്പോൾ ഇങ്ങനെ താൻ ശ്രദ്ധിച്ചു: എന്റെ നീതിമാൻ പ്രവൃത്തികൾ കൊണ്ടല്ല, പ്രത്യുത വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്. അത് വിശ്വസിച്ച് ഇതിന്റെ ഫലമായിട്ടാണ് റിഫർമേഷൻ 16-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുവാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ സുവിശേഷം നമുക്ക് ആവശ്യമുള്ളത്, പാപികൾക്ക് ആവശ്യമുള്ളതും വിശ്വാസികൾ ആലിംഗനം ചെയ്യുന്നതും ഏറെ ഇഷ്ടപ്പെടുന്നതുമായ സദ്വർത്തമാനമാണ്. ആ നിലയിൽ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സദ്വർത്തമായിട്ട്, ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് പരിണമിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിൽ ആഘോഷിക്കുന്ന, സുവിശേഷത്തിൽ ആനന്ദം കണ്ടെത്തുന്ന, സുവിശേഷത്തെ ഘോഷിക്കുന്ന ഒരു ജീവിതശൈലി ഉള്ളവരായിട്ട് നമുക്ക് തീരുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേദഭാഗം അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ എന്റെ മനസ്സിനെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇപ്രകാരമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്: Therefore I beseech you, brethren, by the mercies of God, that you present your body as a living sacrifice, wholly acceptable unto God. Therefore എന്ന് പറയുന്ന ഒരു വാക്കോടുകൂടിയാണ് ഇംഗ്ലീഷിൽ ഈ വാക്യം ആരംഭിക്കുന്നത്. 12-ാം അധ്യായത്തിന് 1-ാം വാക്യം ആരംഭിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല. സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. ഞാൻ പ്രിയ പാസ്റ്ററോട് പറഞ്ഞിരുന്നു, ഞാൻ അല്പം നേരത്തെ അങ്ങ് നിർത്തും, കാരണം വളരെ ബൃഹത്തായ പഠനമാണിത്. അതുകൊണ്ട് ഇത് ആ നിലയിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ അനേകം മണിക്കൂറുകൾ ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ ആവശ്യമുള്ള ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് അല്പമായി ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ therefore 4 പ്രാവശ്യം ആ വാക്ക് ഞാൻ ഈ പുസ്തകത്തിൽ റോമാലേഖനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവിടെ പറയുന്ന ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് ഇപ്രകാരമാണ്. അത് പറയുന്നത്: ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ 3 അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യന് സുവിശേഷം ആവശ്യമുണ്ടെന്നുള്ള കാര്യം തെളിയിക്കുക എന്നുള്ളതാണ്. ഇതുണ്ടല്ലേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രോസിക്യൂട്ടിംഗ് അറ്റോർണി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ അത് ഒരു വക്കീലായിട്ടാണ് താൻ ആക്ട് ചെയ്യുന്നത്. അതായത് പ്രാകൃത മനുഷ്യന് സുവിശേഷത്തിന്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ധാർമ്മിക മനുഷ്യന് സുവിശേഷത്തിന്റെ ആവശ്യമുണ്ട്, മതത്തിന്റെ ആചാരം ചെയ്യുന്ന അതുപോലെ യഹൂദനും സുവിശേഷത്തിന്റെ ആവശ്യമുണ്ട് എന്നീ 3 കൂട്ടം ആളുകൾ, അവരാണല്ലോ ലോകത്തിലുള്ള എല്ലാവരും തന്നെ. അപ്പോൾ ലോകത്തിന് ആവശ്യമുള്ള ഒരു ദൂതാകുന്ന സുവിശേഷം എന്നുള്ള കാര്യം തെളിയിക്കേണ്ടതിനായിട്ട് ഇവിടെ പൗലോസ് ആദ്യത്തെ 3 അധ്യായങ്ങൾ മുഖ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയുടെ മോറൽ ആട്രിബ്യൂട്ട്സിന്റെ നിദർശനമാണ്. ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവം എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ന്യായപ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് പാപബോധം നൽകുന്ന ഒന്നാണ്. ഈ ന്യായപ്രമാണങ്ങൾ കൊണ്ട് സാധിക്കുന്നത് നമുക്ക് പാപബോധം നൽകുകയും തൽഫലമായിട്ട് അയ്യോ ഞാനൊരു പാപിയാണ്,
എനിക്ക് ഈ പാപത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ആരെങ്കിലും വേണം. ഞാൻ ഈ പാപമാകുന്ന ഈ സമുദ്രത്തിൽ ഈ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിപ്പാൻ ഒരു ലൈഫ് ഗാർഡ് ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ കടന്നു വരുന്നതാണ്. ഒരു രക്ഷിതാവിന് ആവശ്യമുണ്ട് എന്നുള്ള സത്യമാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഇപ്രകാരമാണ്: വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നീതീകരിക്കപ്പെടുന്ന പറയുന്നത് ഇറ്റ്സ് എ പൊസിഷണൽ സ്റ്റാൻഡാണ്. ദൈവം നമ്മെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇറ്റ്സ് എ പൊസിഷണൽ ആയിട്ടുള്ള, അതായത് ഒരനുഭവമാണ്. നമ്മുടെ എന്തെങ്കിലും നീതി ചെയ്തതിന്റെ ഫലമായിട്ടല്ല, നാം വിശ്വസിച്ചു കർത്താവായ യേശുക്രിസ്തു എന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ ദൈവം, സ്നേഹവാനായ ദൈവം എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതാണ്, അതായത് ഇറ്റ്സ് എ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ദൈവം ക്രിസ്തുവിൽ കൂടി നമുക്ക് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് നമ്മെ നീതീകരിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലതാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അപ്പൊ അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് സത്പ്രവൃത്തികളൊക്കെ ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ദൈവനീതി പ്രാപിപ്പാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ട ആ സാഹചര്യത്തിൽ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മർത്യമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും എന്നവിടെ പറയുന്നുണ്ട്. ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിന് ഉത്തരമെന്ന വണ്ണം നമുക്ക് അതിന്റെ 25-ാം വാക്യത്തിൽ, അവസാന വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് അതെനിക്ക് പറയുവാനായിട്ട് സാധിച്ചെന്നറിയാം? 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധി വേണം. ലോകത്തിൽ 2 കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ. ഒന്ന്, those who are in Christ and those who are outside Christ. നീ ക്രിസ്തുവിലായി തീർത്തിട്ടുണ്ടോ? ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നമ്മളെല്ലാവരും ഒരു കാലത്ത് ക്രിസ്തുവിന് പുറത്തായിരുന്നു, പാപത്തിന് അടിമകളായിട്ട്, പാതാളത്തിന് വിൽക്കപ്പെട്ട ആടുകളായിട്ട് നാം ഇരിക്കുകയായിരുന്നു. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു. നാം ഇരുട്ടിന്റെ മക്കളായി, ക്രിസ്തുവിന് പുറത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ക്രിസ്തുവിലായി തീർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നാം ക്രിസ്തുവിലായി തീർന്നത്? കർത്താവേ, നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നാം ക്രിസ്തുവിന്റെ മക്കളായിട്ട് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരനുഭവം ഉണ്ടായ നിമിഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കർത്താവേ, പൗലോസിന്, അയ്യോ ഞാൻ പാപി, ഞാൻ നിത്യമായ നരകത്തിന് യോഗ്യനാണ്, എന്നാൽ അതിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പുത്ര, നീ സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് കടന്നു വന്ന് എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന കള്ളനെ പോലെ, ക്രൂശിൽ കിടന്ന് മരിക്കുന്ന കള്ളനെ പോലെ നിങ്ങൾ പറയുന്ന പക്ഷം നിങ്ങൾക്ക് പാപമോചനമുണ്ട്, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, നിങ്ങൾക്ക് പരദീസയുടെ അനുഗ്രഹങ്ങളുണ്ട്. അതിനായിട്ട് എൻ്റെ ബഹുമാനപ്പെട്ട കേൾവിക്കാരെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ആഴമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടത്. റോമാലേഖനത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമുക്ക് വായിച്ചാലൊക്കെ മനസ്സിലാകാൻ പ്രയാസമുള്ള, എന്നാൽ അത് എത്ര ആഴമായിട്ടുള്ള സത്യങ്ങളാണ് അതിൽ നിന്ന് വിശദീകരിക്കുവാനായിട്ട് പൗലോസ് ശ്രമിക്കുന്നത്. കർത്താരദാസൻ പറഞ്ഞ പോലെ ലോക ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള പല നവോത്ഥാനങ്ങളും ഉണർവുകളും ഒക്കെ റോമാലേഖനം പഠിച്ച് അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി, സുവിശേഷത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയതിൽ നിന്നും ഉണ്ടായതാണ്. 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ടിൽ 500 വർഷങ്ങളായല്ലോ മാർട്ടിൻ ലൂതർ, അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ജർമ്മനിയിൽ. അദ്ദേഹം ഇത് വായിച്ച് അദ്ദേഹം വളരെ മതഭക്തനായിട്ടുള്ള, വളരെ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ
ഇതെല്ലാം മനസ്സിലാക്കി ചർച്ചിൽ നടക്കുന്നതായിട്ടുള്ള അന്യായവും അഴിമതിയും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം ഈ റോമാലേഖനം വായിച്ച് ഈ ഒരു വാക്യമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ പ്രവർത്തനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ, ഈ നേർച്ചയും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വിശ്വാസത്താലാണ് കർത്താവ് രക്ഷ നൽകുന്നതെന്ന് ഉള്ള മനസ്സിലാക്കി അദ്ദേഹത്തെ പിന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ അതുവരെ ലോകത്തിലെ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ലൂതറൻ ചർച്ച് തുടങ്ങി, പിന്നെ മറ്റുള്ള ചർച്ചുകളൊക്കെ തുടങ്ങി, അങ്ങനെയെല്ലാം വന്നത്. അതുകൊണ്ടാണ് ഈ റോമാലേഖനത്തിൻ്റെ പ്രാധാന്യം എത്ര ആഴമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിനും മറ്റുള്ളവരെ ശിഷ്യരാക്കുന്നതിനുമുള്ള ആ ഒരു ആഴമായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഇന്നത്തെ നമ്മുടെ ചർച്ചിൽ അതൊന്നും അധികം കാണുന്നില്ല. പ്രോഗ്രാമൊക്കെ ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്, റിവൈവൽ മീറ്റിംഗ് ഉണ്ട്, ക്യാമ്പുണ്ട്, കോൺഫറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. ഇവിടുത്തെ അമേരിക്കൻ ചർച്ചസിലൊക്കെ ആണെങ്കിൽ 7 ദിവസവും പ്രോഗ്രാമാണ്. പ്രായമായവർക്കുള്ള പ്രോഗ്രാം, പിന്നെ മധ്യവയസ്കർക്കുള്ള പ്രോഗ്രാം, സ്ത്രീജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രോഗ്രാം, യുവജനങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം, ടീനേജേഴ്സിന് വേണ്ടി പ്രത്യേക പ്രോഗ്രാം, പിന്നെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം, അതിനൊന്നും കുറവില്ല. പക്ഷേ ആ സുവിശേഷത്തിൻ്റെ ശക്തി ഒന്നും എങ്ങും കാണുന്നില്ല. ഇന്ന് നമ്മുടെ സമൂഹം അധപ്പതിച്ചിരിക്കുന്നത് പോലെ തന്നെ ആ സമൂഹത്തിലെ അധപ്പതനം ചർച്ചിലോട്ടും ഇന്ന് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ആ ശക്തി, മറ്റുള്ളവരെ ശിഷ്യരാക്കാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു ഉത്സാഹമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, പാസ്റ്റർമാരാണ്, കർത്താവിൻ്റെ ദാസിദാസന്മാരാണെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലൂടെയും ഹൃദയത്തിലൂടെയും നമ്മുടെ പ്രവർത്തനത്തിലൂടെയൊക്കെ ലോകം കണ്ട് ആ ലോകത്തിൻ്റെ ഉപ്പായിട്ട് നമ്മൾ തീർന്ന് മറ്റുള്ളവരെ കർത്താവിലേക്ക് വന്ന് ആ ഒരു ശക്തിയോടുകൂടെ ജീവിക്കുന്നതിന് ഇന്ന് ഇടയായിത്തീരണം. പൗലോസിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ അതാണല്ലോ ഉണ്ടായത്. അവരുടെ ജീവിതവും ഒക്കെ കണ്ടിട്ട് പൗലോസ് എവിടെ പോയാലും ആ കൂടെയുള്ള എല്ലാവരും അങ്ങ് കർത്താവിലേക്ക് വരിക. ചേട്ടാ, കൊല്ലാനായിട്ട് റോമിലേക്ക് ഒരു തടവുകാരനായിട്ട് കൊണ്ടുപോവുക. അപ്പം കപ്പലിലുണ്ടായിരുന്ന 150 പേരും കർത്താവിനെ സ്വീകരിച്ച് പൗലോസിൻ്റെ ജീവിതവും പ്രവർത്തനവും ഒക്കെ കണ്ടിട്ട് കർത്താവിനെ സ്വീകരിച്ച് അവരെല്ലാം ക്രിസ്ത്യാനികളായിത്തീരുക. ഇങ്ങനെയൊക്കെ ഉള്ള ആ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി തൻ്റെ വാക്കിലൂടെ മാത്രമല്ല തൻ്റെ ജീവിതത്തിലൂടെ കാണിക്കുക. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇതുവല്ലതും കാണുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രസംഗിക്കുന്നുണ്ട്, ഒത്തിരി പ്രോഗ്രാമുണ്ട്, പക്ഷേ എന്തുവാ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ വല്ലതും ഇത് കാണുന്നുണ്ടോ? സുവിശേഷം അവരെ ആകർഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ ദാസൻ എൻ്റെ ആ ക്ലാസ് കണ്ടോ, എത്ര ആഴമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതിൻ്റെ ഒരു ആരംഭം മുഖവര പോലും ആയിട്ടില്ല. അപ്പം നമുക്കറിയാം മണിക്കൂറുകളൊക്കെ ഉണ്ടെങ്കിലേ ഒരു ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഈ പ്രെയർ മീറ്റിംഗ് അതിനുള്ളൊരു സാവകാശം നമുക്കില്ലല്ലോ. നമ്മുടെ ഈ സെറ്റപ്പ് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അല്ലല്ലോ. കർത്താവിൻ്റെ ദാസന് ആ ക്ലാസ് എടുത്ത് എത്ര ശക്തമായിരുന്നു. ഈ റോമാലേഖനത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ളൊരു മുഖവരയായിട്ട് ആ ക്ലാസ് എടുത്തല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് തുടർന്നും ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും സാവകാശം കിട്ടുന്നത് പോലെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസനെ ഇവിടെ ക്ലാസ്സൊക്കെ എടുക്കുന്നതിന് സാവകാശം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് ശക്തിയോടുകൂടെ വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു.